പ്രായമാകും തോറും നമ്മുടെ ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നത്തെപ്പറ്റിയും അല്ലെങ്കിൽ ചിലരുടെ കാര്യത്തിൽ മരുന്ന് കഴിക്കുന്നതിൻ്റെ മൂലവുമൊക്കെ ഈ ശ്രവണകോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും ഒരു ഇൻട്രസ്റ്റിംഗ് സയൻറ്റിഫിക് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത്തരത്തിൽ റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്ത സ്റ്റഡി നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതുന്നു. അതിലത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വാർദ്ധക്യത്തിൽ നമ്മുടെ ശ്രവണകോശങ്ങൾ ഇത്തരത്തിൽ അതിൻ്റെ കേൾവി നഷ്ടപ്പെട്ട ശ്രവണകോശങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു റീസെൻറ്റ് സ്റ്റഡി, അതായത് കേൾവിശക്തി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തടസ്സം തന്നെ മാറ്റുന്ന തരത്തിലുള്ള റിസർച്ച് റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തു. ഇതിലവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായാധിക്യം മൂലവും അല്ലെങ്കിൽ വളരെ നോയ്സി ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലും അതൊക്കെ നമ്മുടെ ചെവിയുടെ കേൾവിശക്തി അഫക്റ്റ് ചെയ്യാറുണ്ട്. ചിലർ ആൻറ്റിബയോട്ടിക്സ് ക്യാൻസറിന് വേണ്ടിയുള്ള ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നത് മൂലമൊക്കെ ചിലർക്ക് കേൾവിക്കുറവും അവരുടെ ആ സെല്ലുകളുണ്ടല്ലോ, അതായത് ഈ കൊക്ലിയൽ ഹെയർ സെൽസ് അതിൻ്റെ ഒരു ശക്തി നഷ്ടപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് കേൾവി നഷ്ടപ്പെടുന്ന പലരുമുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ കോശങ്ങൾ നശിച്ചു പോകുന്നതിൻ്റെ ഫലമായിട്ട് കേൾവി നഷ്ടപ്പെടുന്നവർക്ക് ഇത്തരത്തിൽ നമ്മുടെ കോക്ലിയയുടെ അകത്തും പുറത്തുമുള്ള ഈ സെൻസറി സെല്ലുകളായിട്ട് എങ്ങനെ പുതുതായിട്ടൊന്ന് റീപ്രോഗ്രാം ചെയ്ത്, അതായത് കോക്ലിയയിൽ തന്നെയുള്ള മറ്റ് സപ്പോർട്ടിംഗ് സെല്ലുകളെ റീപ്രോഗ്രാമിംഗ് ചെയ്ത് ഇത്തരത്തിലുള്ള സെൻസറി സെല്ലുകളായിട്ട്, അതായത് കേൾവിയെ സഹായിക്കുന്ന സെൻസറി സെല്ലുകളായിട്ട് മാറ്റാൻ സഹായിക്കുന്ന ഒരു റിസർച്ചാണ് റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തത്. ഇതിലൂടെ ഈ റിസർച്ച് ഏർലി സ്റ്റേജിലാണ്. ഇത്തരത്തിൽ കേൾവി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മേജർ സ്റ്റെപ്പ് തന്നെയാണെന്നാണ് ഈ സ്റ്റഡിയിലൂടെ അവർ പറഞ്ഞു വെക്കുന്നത്. ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത് ഈ കാണിച്ചിരിക്കുന്ന നേച്ചർ എന്ന് പറയുന്ന ജേണലിലാണ് പബ്ലിഷ് ചെയ്തത്. ഇതിൽ റിസർച്ചേഴ്സൊക്കെ US നിന്നുള്ള നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി നിന്നുള്ള റിസർച്ചേഴ്സ് ഉണ്ട്, പിന്നെ ഫെൻബർഗ് സ്കൂൾ ഓഫ് മെഡിസിനിൽ നിന്നുള്ള റിസർച്ചേഴ്സൊക്കെ ചേർന്നിട്ടാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത്. ഈ സ്റ്റഡിയെ പറ്റി നമ്മൾ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടുപിടുത്തം, അതായത് ഈ ഒരു റിസർച്ചിൽ പറയുന്നത് ഇത്തരത്തിൽ ഈ കോക്ലിയയിൽ തന്നെ പുറമേയുള്ള കേൾവിയെ സഹായിക്കുന്ന സെല്ലുകളെയും അകമയുള്ള സെല്ലുകളെയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കഴിയുന്ന അതിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെൽ സ്വിച്ച് തന്നെയാണ് ഇവർ സ്റ്റഡിയിലൂടെ കണ്ടെത്തിയെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഈ സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ US മാത്രം നോക്കുകയാണെങ്കിൽ അവർ 55 മുതൽ 64 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ ഒരു പ്രായമായവരുടെ ഒരു പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ അതിലൊരു 8.5% ആൾക്കാർക്കും കേൾവി കുറവുണ്ട്, കേൾവിയുടെ ഒരു പ്രശ്നങ്ങളുണ്ട്. അതേസമയം ഒരു 65-നും 74-നും ഇടയിലുള്ള ഒരു പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ 25% ആൾക്കാർക്കും ഇത്തരത്തിലുള്ള പ്രായാധിക്യം മൂലമുള്ള കേൾവി പ്രശ്നങ്ങളുണ്ട്. 75 ഏജിന് മുകളിലുള്ളവരാണെങ്കിൽ 50% ആൾക്കാർക്കും കേൾവി ഇല്ല എന്ന് തന്നെയാണ് പല ഡേറ്റയും കാണിക്കുന്നത്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള രോഗനിയന്ത്രണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റഡിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഈ സ്റ്റഡിയിൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്തരത്തിൽ മനുഷ്യരിലെ കേൾവിയെ സഹായിക്കുന്ന തരത്തിലുള്ള കൃത്രിമമായിട്ടുള്ള ഈ കോക്ലിയർ ഹെയർ സെൽസൊക്കെ ശാസ്ത്രജ്ഞന്മാർ പല സ്റ്റഡികളിലും റിസർച്ചിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ, പുറമേയുള്ള കോക്ലിയർ ഹെയർ സെല്ലും അകമയുള്ള സെല്ലും ഘടനാപരമായ വ്യത്യാസമുണ്ട്. പക്ഷേ അത്തരത്തിൽ ഇതിനെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ഹെയർ സെൽസ് ഉണ്ടാക്കിയിട്ടില്ല. അതിന് തടസ്സം നിൽക്കുന്നത് പല കാരണങ്ങളുണ്ട്, പ്രത്യേകിച്ച് സെല്ലുകളെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ജീനുകളിലൊക്കെ വ്യത്യാസം മൂലമാണ്. ഈ ഒരു സ്റ്റഡിയിലൂടെ ഇത്തരത്തിലുള്ള ഈ അകമയുള്ള സെല്ലുകളെയും പുറമേയുള്ള സെല്ലിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു സ്വിച്ച് തന്നെ, അതൊരു ജീനാണ്, അതിന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഈ സ്റ്റഡിയുടെ ഒരു പ്രത്യേകത എന്നാണ് ഈ സ്റ്റഡി റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പം ഇവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഈ ഇത്തരം കോശങ്ങളുണ്ട്. ഈ കോശങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മനുഷ്യൻ വളരെ ഭ്രൂണാവസ്ഥയിൽ തന്നെ ഉണ്ടാകപ്പെടുന്ന കോശങ്ങളാണ് നമ്മുടെ ചെവിയെ സംബന്ധിച്ചുള്ള കോശങ്ങൾ. പ്രത്യേകിച്ച് ഈ കോക്ലിയൽ സെൽസ് എന്ന് പറയുന്നത് ഭ്രൂണാവസ്ഥയിൽ തന്നെ ഉണ്ടാകുന്നത്, പിന്നീട് നമ്മൾ വളർന്നു കഴിഞ്ഞാൽ ഒരു പുനരുൽപ്പാദിപ്പിക്കപ്പെടാനുള്ള സാധ്യതയില്ലാത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെല്ലുകളാണല്ലോ നമ്മുടെ ഭ്രൂണാവസ്ഥയിൽ ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഉണ്ടാകപ്പെടുന്ന സെല്ലുകളാണ് നമ്മുടെ ചെവിയിലെ സെല്ലുകളെന്നും ഇതിൻ്റെ ഒരു പുറമേയുള്ള സെല്ലുകൾ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ശബ്ദം കേൾക്കുന്ന സമയത്ത് ശബ്ദത്തിൻ്റെ തരംഗങ്ങളുടെ സമ്മർദ്ദത്തിനനുസൃതമായിട്ട് പുറമേയുള്ള ഈ കോക്ലിയർ ഹെയർ സെൽസ് വികസിക്കുകയും ചുരുങ്ങുകയും അത്തരത്തിൽ നമ്മുടെ ഈ കോക്ലിയയ്ക്ക് അകത്തേക്കുള്ള ശബ്ദത്തെ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യും. അതിനുശേഷം ആ ശബ്ദം അകത്തെത്തുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻറ്റേർണൽ ഈ കോക്ലിയർ സെൽസ്, ആന്തരികമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഹെയർ സെൽസ് ഈ വൈബ്രേഷനുകളെ ഒന്ന് നമ്മുടെ ന്യൂറോൺസിന് മനസ്സിലാകുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിലേക്ക് സെൻസേഷനായിട്ട് പോവുകയും അതിനുള്ള മെസ്സേജുകളായിട്ട് പോവുകയും അങ്ങനെയാണ് നമ്മൾ ശബ്ദം തിരിച്ചറിയുന്നത്. ഈ റിസർച്ചേഴ്സ് പറയുന്നത് ദൂരെ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ അറിയാമല്ലോ, ഈ മ്യൂസിക്കൽ ബാലയൊക്കെ കാണുന്ന സമയത്ത് ഈ സെല്ലുകളുടെ ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ്
ഈ റിസർച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു വളരെ ഏകോപിതമായിട്ടുള്ള രീതിയിലുള്ള ചലനങ്ങളാണ് നമ്മുടെ ചെവി വർക്ക് ചെയ്യുന്ന സമയത്ത് ശബ്ദം അനുസരിച്ച് ആന്തരികവും ബാഹ്യമായിട്ടുള്ള കോശങ്ങളുടെ മൂവ്മെൻറ്റ് അങ്ങനെയാണ്. ഇത്തരത്തിൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഇത്തരത്തിലും കൃത്യമായി നമ്മളെ ഭ്രൂണാവസ്ഥയിൽ തന്നെ വളരെ മൈക്രോമെട്രിക് കൃത്യതയോടെ വർക്ക് ചെയ്യുന്ന സെല്ലുകൾ മറ്റൊരു സസ്തനികളിലും ഇല്ല എന്നുള്ളതാണ് ഈ റിസർച്ചേഴ്സ് പറയുന്നത്, മനുഷ്യരുള്ളതുപോലെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇത്തരത്തിലുണ്ടാകുന്ന ഈ സെല്ലുകളെ ഒന്നും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്നുള്ളതാണ് സോഫാർ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ഒരു റിസർച്ചിലൂടെ അവർ പറയുന്നത് ഇത്തരത്തിലുള്ള ഈ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഈ കോക്ലിയർ ഹെയർ സെല്ലിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ജീൻ സ്വിച്ചാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്തത്. അതിൻ്റെ പേര് TBX2 എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഐഡൻറ്റിഫൈ ചെയ്തു. ഈ സ്വിച്ച് ഉള്ള കോശങ്ങൾ ആന്തരികമായിട്ടുള്ള ഇത്തരത്തിലുള്ള രോമകോശങ്ങൾ കോക്ലിയർ ഹെയർ സെൽസ് ആയിട്ട് വർക്ക് ചെയ്യും. അതില്ലാത്ത കോശങ്ങൾ ഈ ജീൻ മാറ്റപ്പെടുമ്പോൾ ഒരു കോശം ഈ എക്സ്റ്റേണൽ കോക്ലിയർ ഹെയർ സെല്ലായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇതിനെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു ജീൻ സ്വിച്ചാണ് ഈ TBX2. അപ്പം ഇതുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ജീൻ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള ഇത്തരത്തിലുള്ള കോക്ലിയർ സപ്പോർട്ടിംഗ് സെൽസിനെ നമുക്ക് ഇൻറ്റേർണൽ കോക്ലിയർ ഹെയർ സെല്ലായിട്ട് മാറ്റാമെന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ അവർ പറയുന്ന ഈ ഒരു ജീൻ സ്വിച്ച് ഉണ്ടാക്കണമെങ്കിൽ തന്നെ മറ്റ് പല ജീനുകളുടെ സപ്പോർട്ട് വേണ്ടി വരും. അതായത് A2OH1 എന്ന് പറയുന്നൊരു ജീനും GF1 എന്ന് പറയുന്ന ജീനുകളൊക്കെ അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള ഒരു ജീൻ കോക്ടെയിൽ കൊടുത്താൽ മാത്രമേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ TBX2 എന്ന് പറയുന്ന ജീനിനെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ, ആ ജീൻ വർക്ക് ചെയ്യുള്ളൂ. ഈ ജീൻ ഉണ്ടെങ്കിൽ നമ്മുടെ അകത്തെ ഹെയർ സെല്ലും പുറത്തെ ഹെയർ സെല്ലും തമ്മിൽ ഉള്ള വ്യത്യാസത്തെ, ആ ഒരു ഡിഫറൻസിനെ ക്ലിയറായിട്ട് അവർക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് സ്റ്റഡിയുടെ ഒരു പ്രത്യേകത. അപ്പം ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സ്റ്റഡി ഇപ്പോഴും ഒരു ഏർലി സ്റ്റേജിലാണ്. ഇത്തരത്തിലുള്ളൊരു ഈ ജീൻ സ്വിച്ചിനെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. ഭാവിയിൽ ഇത്തരത്തിലുള്ള സപ്പോർട്ടിംഗ് സെല്ലുകളെ ഇത്തരത്തിലുള്ള ഇൻറ്റേർണൽ കോക്ലിയർ ഹെയർ സെല്ലുകളായിട്ട് മാറ്റാൻ കഴിയുന്ന അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിക്കാൻ കഴിയുന്ന പല റിസർച്ചുകൾക്കും ഈ ഒരു സ്റ്റഡി സഹായകരമാകും എന്നാണ് ഈ റിസർച്ചേഴ്സ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അവർ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റഡിയിൽ വളരെയധികം ഫണ്ടിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് US-ൻ്റെ അവരുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെഫ്നെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡിസോർഡേഴ്സ് അവരുടെയൊക്കെ ഗ്രാൻഡായി കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഈ സ്റ്റഡി നടത്തിയിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ്. ഇത്തരത്തിൽ നമ്മുടെ അറിയാമല്ലോ ഈ ഭ്രൂണാവസ്ഥയിൽ തന്നെ ഉണ്ടാകുന്ന നമ്മുടെ കോക്ലിയർ സെൽസിനെ ഒരുപക്ഷെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാനും മറ്റുമൊക്കെ ഭാവിയിൽ സഹായിക്കുന്ന തരത്തിലുള്ളൊരു റിസർച്ച് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതിയത്. ഈ സ്റ്റഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള സ്റ്റഡി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സയൻസ്, എൻവയോൺമെൻറ്റ്, ടെക്നോളജി തുടങ്ങിയ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ള റിസർച്ചുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലുള്ള മറ്റ് വീഡിയോകൾ നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.